തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജനനേതാക്കളുമായുള്ള സംവാദം പരിപാടിയിലായിരുന്നു പിണറായി വിജയന്റെ ഓർമ്മകളിലേക്കുള്ള മടക്കയാത്ര. ബാല്യകാലവും അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങളും ചോദ്യങ്ങളായപ്പോൾ മാടമ്പിത്തരവും ജനാധിപത്യ ദംശനവും നടമാടിയ അടിയന്തരാവസ്ഥയുടെ കറുത്ത അധ്യായങ്ങൾ പിണറായി വിജയൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വിവരിച്ചു. എന്ത് വിജയനാ? പിണറായി വിജയൻ. ഓ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഈ മറ്റേ ഇവരാവർത്തിക്കുകയാണ് ഒരുത്തൻ. അത് ആവർത്തിച്ച് തീരുന്നതിന് മുൻപ് അവൻ്റെ അടി വന്നു. ഇവർ രണ്ടാളും അടിച്ചടിച്ച് ഇവർ തളർന്നു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇവൻ എന്താടാ വീഴാത്തത്, ഞാൻ വീപ്പിച്ചു തരാം. അന്നൊന്നും ആ കാലത്ത് അങ്ങനെ വീഴില്ലേ. അപ്പം ഞാൻ നേരെ മാറി ഇങ്ങോട്ട്, നീ എന്ത് വീപ്പിക്കാനടാ, നീ വീപ്പിക്കുന്നു. മൂന്നാള് കൂടി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയുണ്ട് രണ്ടുപേര് കൂടി വരും. നമ്മുടെ അവിലിടിക്കുന്ന കണ്ടില്ലോ നിങ്ങൾ? അവരിങ്ങനെ ചവിട്ടുന്ന ഇങ്ങനെ അങ്ങനെ മാറി മാറി ചവിട്ടും. അപ്പം അതോടെ ബോധം കെട്ട് വീണുപോയി. EK നായനാർക്കൊപ്പമുള്ള നിമിഷങ്ങളാണ് പിണറായി വിജയന്റെ ഔദ്യോഗിക ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവം. ഒരു ദിവസം നായനാർ വിളിക്കുന്നുണ്ട്, എടോ വിജയ, ആന്ധ്രയിലല്ലേ അവർ വന്നിട്ടുണ്ട് കാര്യം സംസാരിക്കാൻ, നീ ഒന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാമല്ലോ. ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവരെൻ്റെ അടുത്ത് വന്നിരുന്നു, ഇവർക്ക് ഇന്ന കാരണങ്ങളാൽ അർഹതയില്ലാത്തൊരു കൂട്ടറാണ് ഇവർ. ഓ, അങ്ങനെയാണല്ലേ, റൈറ്റ്, നിങ്ങൾക്ക് പോകാം, ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. അതാണ് നായനാരുടെ പ്രത്യേകത. ഒടുവിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യവുമെത്തി. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ പാളയത്തിൽ പടയൊരുക്കത്തിനൊരുങ്ങുന്നവർക്കുള്ള ഒളിയമ്പും സ്വന്തം കാഴ്ചപ്പാടുകളും വിവരിച്ച് ആ ചോദ്യത്തിനുത്തരം. ഭൂരിപക്ഷം കിട്ടുന്ന മുറക്ക് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് അപ്പോൾ തീരുമാനിക്കുകയാണ് ചെയ്യുക. ഇതാണ് സാധാരണ പാർട്ടി സ്വീകരിച്ചു വരുന്ന സമ്പ്രദായം. നമ്മുടെ നാടിന് ദുഷ്പേര് വരുത്തി വെച്ച ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടാവും. അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കേരളത്തിൻ്റെ യശസ് പൂർണ്ണമായി വീണ്ടെടുക്കത്തക്ക രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും LDF കാഴ്ചവെക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.